ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറയുള്ള മണ്ണാണ് പേരാമ്പ്ര. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഭൂരിപക്ഷം ഉയർത്താമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നിലവിലെ MLA ആയ TP രാമകൃഷ്ണൻ സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾക്കൊപ്പം വികസനവും പറഞ്ഞാണ് വോട്ട് തേടുന്നത്. 1980 മുതൽ തുടർച്ചയായി LDF വിജയക്കൊടി പാറിച്ച മണ്ഡലമാണ് പേരാമ്പ്ര നിയോജക മണ്ഡലം. ചുവപ്പിന്റെ അടിയുറച്ച കോട്ടയിൽ ഇത്തവണയും വിജയക്കൊടി പാറിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. TP രാമകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ വികസനത്തിന്റെ പൂക്കാലം നാട് കണ്ടു. 770.57 കോടിയുടെ വികസനമാണ് നടപ്പിലാക്കിയത്. ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും വോട്ടാകും എന്ന പ്രതീക്ഷയിൽ കൂടിയാണ് LDF സ്ഥാനാർത്ഥിയും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ. നമ്മൾ വികസന പ്രശ്നങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്, ക്ഷേമ നടപടികളും മുന്നോട്ട്. രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്. വികസന പ്രവർത്തനങ്ങളെല്ലാം ശക്തിപ്പെടുത്തുന്നത് ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തിയാണ്. തൊഴിലും ആരോഗ്യ സംരക്ഷണവും ജനങ്ങൾക്ക് പ്രധാനമാണ്. ഫാത്തിമ തൈലിയാണ് UDF സ്ഥാനാർത്ഥി. പേരാമ്പ്രയിൽ വികസനം കൊണ്ടുവന്നിട്ടില്ലെന്നും മാറ്റം കൊണ്ടുവരുമെന്നും ഫാത്തിമ തൈലിയ പറയുന്നു. അടിസ്ഥാന പ്രശ്നങ്ങൾ ആദ്യം തന്നെ പരിഹരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യം അവരുടെ മുമ്പിലേക്ക് വെക്കുന്നത്. മാത്രമല്ല, ഇതൊരു പ്രകൃതി ഭംഗിയുള്ള രമണീയമായിട്ടുള്ള കുന്നുകളുള്ള പുഴകളുള്ള ഒരു സ്ഥലമാണ്. ഇവിടേക്ക് വേണ്ടിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു സംശയം ഞാൻ പ്രകടിപ്പിക്കട്ടെ. NDA സ്ഥാനാർത്ഥിയായി പേരാമ്പ്രയിൽ മത്സരിക്കുന്നത് M മോഹനനാണ്. മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. പേരാമ്പ്രയുടെ ഇന്നലകൾ തീപാറുന്ന പോരാട്ടങ്ങളുടേതാണ്. ജാതി ജന്മി വ്യവസ്ഥകൾക്കെതിരായ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങൾ ഉഴുതുമറിച്ച മണ്ണ്. ഇത്തവണയും കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ക്യാമറാമാൻ ജോൺസൺ KG-ക്കൊപ്പം മേഘ മാധവൻ, കോഴിക്കോട്.